വിദ്യാർത്ഥികളെ, നമുക്ക് 9ാം ക്ലാസ്, നമ്മൾ 8ാം ക്ലാസ് കഴിഞ്ഞു, അടുത്ത ലെവലിലേക്ക് 9ാം ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് പോകാം. ചാപ്റ്റർ വൈസ് എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ അല്ലെങ്കിൽ സംഖ്യകളുടെ ദശാംശ രൂപങ്ങൾ. അത് നമുക്ക് 2 ലെവലിൽ പഠിക്കാം. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് പഠിച്ചു, അതൊരു പുതിയ ടോപ്പിക്കായിരുന്നു. അതേ കണക്ക് പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്, ദശാംശ രൂപങ്ങൾ അല്ലെങ്കിൽ ഡെസിമൽ ഫോംസ്. ഇവിടെ തന്നെ 2 ടോപ്പിക്കിലാണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യാറുള്ളത്. 2 ടോപ്പിക്കുകൾ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഭിന്നസംഖ്യ എന്ന് കേട്ടിട്ടുണ്ട്. ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്. ഈ ഫ്രാക്ഷൻ എന്തിലേക്ക് മാറ്റണം? ഫ്രാക്ഷൻ ടു ഡെസിമൽ ഫോം. ഫ്രാക്ഷൻ എന്തിലേക്ക് മാറ്റണോടാ? ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ എന്താണ്? ഭിന്നസംഖ്യ രൂപത്തെ എന്തിലോട്ട് മാറ്റണം? ദശാംശ രൂപത്തിലോട്ട് മാറ്റണം. ഭിന്നസംഖ്യ രൂപത്തെ അതിലോട്ട് മാറ്റണം? ദശാംശ രൂപത്തിലോട്ട് മാറ്റണം. ഭിന്നസംഖ്യ രൂപത്തെ ദശാംശ രൂപത്തിലോട്ട്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തുടങ്ങാം. സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3/10. 3/10 എപ്പോഴും ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിൽ ആക്കുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ അടിയിലുള്ള ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കണം? ഒരു 10ന്റെ മൾട്ടിപ്പിൾ. 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 10 ആകാം, 100 ആകാം, 1000 ആകാം, 10,000 ആകാം, ലക്ഷമാകാം. പക്ഷെ അവിടെ എന്തായിരിക്കണം? 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഡിനോമിനേറ്റർ എപ്പോഴും എത്രയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും? 10ന്റെ മൾട്ടിപ്പിൾ. ന്യൂമറേറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ന്യൂമറേറ്റർ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ട നമ്മൾ ന്യൂമറേറ്റർ അതേ കണക്ക് എഴുതണം. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് അംശത്തെ അതേ കണക്ക് എഴുതണം. താഴെ നോക്കണം എത്ര, 1ന്റെ കൂടെ എത്ര 0 ഉണ്ടെന്ന് നോക്കണം. 1ന്റെ കൂടെ എത്ര 0 ഉണ്ടെന്ന് നോക്കണം. എത്ര 0 ഉണ്ടാ? ഒരൊറ്റ 0 മാത്രമേ ഉള്ളൂ. 1ന്റെ കൂടെ എത്ര 0 മാത്രമേ ഉള്ളൂ? ഒരൊറ്റ 0 മാത്രമേ. അപ്പൊ ഇവിടെ നിന്ന് സ്ഥാനം എണ്ണി ഒരു സ്ഥാനം മാറ്റി കുത്തണം. എത്ര സ്ഥാനം മാറ്റി കുത്തണം? ഒരു സ്ഥാനം മാറ്റി കുത്തണം. ഇവിടെ 2 0 ഉണ്ടായിരുന്നെങ്കിലോ 2 സ്ഥാനം മാറ്റി കുത്തണം. 2 0 ഉണ്ടായ എത്ര സ്ഥാനം മാറ്റി കുത്തണം? 2 സ്ഥാനം മാറ്റി കുത്തണം. ഇവിടെ ഒരു 0 ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതിയാകും. ഒരു സ്ഥാനം മാറ്റി കുത്തണം. അപ്പം 3/10. ഇത് കണക്ക് 6/10. നമുക്ക് 6/10 ഇത്രയാണ് 6/10. ആദ്യം അംശം അതേ കണക്ക് എഴുതി. അംശം എന്ന് പറയുന്നത് ന്യൂമറേറ്റർ അതേ കണക്ക് എഴുതി. ഒരു സ്ഥാനം മാറ്റി നോക്കണം. 10ന്റെ അവിടെ എത്ര 0 ഉണ്ട്? 1 കഴിഞ്ഞിട്ട് ഒരൊറ്റ 0 മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് എത്രയാണ്? 0.6. എത്രയാണ്? 0.6. ഇനി 7/10. 7/10 നമുക്ക് 7/10. 7/10 എന്താണ്? അംശം അതേ കണക്ക് എഴുതി. അംശം 7 അതേ കണക്ക് എഴുതി. അംശം 7 അതേ കണക്ക് എഴുതിയിട്ട് എന്ത് ചെയ്തു? താഴെ നോക്കി. താഴെ എത്ര 0 ഉണ്ടാ? ഒരൊറ്റ 0 ഉള്ളൂ. അപ്പൊ എന്താണ്? ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് 0.7. എത്രയാണ്? 0.7. ഇനി നമുക്ക് അടുത്ത 10ന്റെ ഇത് മാറി അടുത്ത 100ന്റെ ഇതിലേക്ക് പോവാം. 100ന്റെ ഇതെന്ന് പറയുന്നത് 61/100. 61/100. ആദ്യം അംശം അതേ കണക്ക് എഴുതി. ഇനി നോക്കണം ഇവിടെ എത്ര 0 ഉണ്ടാ? 1 കഴിഞ്ഞിട്ട് എത്ര 0 ഉണ്ട്? ഒരു 0, 2 0. എത്ര 0 ഉണ്ട്? 2 0. ആ 2 സ്ഥാനം മാറ്റിയാണ് കുത്തിടേണ്ടത്. 2 സ്ഥാനം മാറ്റി. അപ്പൊ ഇവിടെ ഒരു സ്ഥാനമായി 2 സ്ഥാനം മാറ്റി കുത്തിട്ട് 0.61. എത്രയാണ്? 0.61. ഇനി നമുക്ക് എത്ര? 75 ഡിവൈഡഡ് ബൈ 100. 75 ഡിവൈഡഡ് ബൈ 100. 75നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴും നോക്കുക അടിയിൽ എത്രയാണ്? 10ന്റെ മൾട്ടിപ്പിൾ ആണ് 100. എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അപ്പൊ അംശം അതേ കണക്ക് എഴുതിയ ശേഷം എന്ത് ചെയ്ത്? 2 സ്ഥാനം മാറ്റി. എത്ര 0 ഉണ്ടാ? ഒരു 0, ഇവിടെ ഒരു 0, 2 സ്ഥാനം മാറ്റി കുത്തു. 0.75. 0.75. ഇനി എത്രയാണ്? 69/100. 69/100. അപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം അംശം അതേ കണക്ക് എഴുതി. അംശം എന്ന് പറയുന്നത് മുകളിലത്തെ ന്യൂമറേറ്റർ അതേ കണക്ക് എഴുതി. എത്ര സ്ഥാനം ഉണ്ടാ? ഒരു സ്ഥാനം, 2 സ്ഥാനം. എത്ര സ്ഥാനം ഉണ്ട്? 2 സ്ഥാനം മാറ്റി. കാരണം 2 0 ഉള്ളത് കൊണ്ട് എത്ര സ്ഥാനം? 2 സ്ഥാനം മാറ്റി. ഒന്നാമത്തെ സ്ഥാനം, രണ്ടാമത്തെ സ്ഥാനം. 0.69. 0.69. ഇനി നമുക്ക് 1000ന്റെ ലെവലിലേക്ക് പോകും. 1000ൽ എത്ര 0 ഉണ്ടാവും? 3 0 ഉണ്ട്. 725/1000. 725 ഡിവൈഡഡ് ബൈ 1000. ഇതൊരു ഭിന്നസംഖ്യാ രൂപമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അംശം അതേ കണക്ക് എഴുതി 725. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴെ എത്ര 0 ഉണ്ടെന്ന് നോക്കണം. 1 0, 2 0, 3 0. എത്ര 0 ഉണ്ട്? 3 0 ഉണ്ട്. അപ്പൊ ഒരു സ്ഥാനം, 2 സ്ഥാനം, 3 സ്ഥാനം. 3 സ്ഥാനം മാറ്റി 0.725. 365/1000. 365/1000. 365/1000 എന്ന് പറയുന്നത് 365 അതേ കണക്ക് എഴുതി. എത്ര സ്ഥാനം മാറ്റി കുത്തണം? ഒരു 0, 2 0, 3 0. 0.365. ഇവിടെ നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഡെസിമൽ ഫോമിലാക്കാം. ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലാക്കാൻ വേണ്ടി ഒരു ഫ്രാക്ഷനെ നമുക്ക് ഡെസിമൽ ഫോമിലാക്കണമെങ്കിൽ അവിടുത്തെ ഡിനോമിനേറ്റർ നമ്മൾ എന്തിനാക്കണം? 10ന്റെ മൾട്ടിപ്ലൈലേക്ക് മാറണം. ഡിനോമിനേറ്റർ എന്തിലോട്ട് മാറണം? 10. ന്യൂമറേറ്റർ എത്ര ആയിക്കോട്ടെ, താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ എന്തിലോട്ട് പറഞ്ഞാൽ 10ന്റെ മൾട്ടിപ്പിൾ. 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, അങ്ങനെ എന്തിലോട്ടോ മാറ്റാം. പക്ഷെ എന്തിനായിരിക്കണം? 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അംശം അതേ കണക്ക് ഇതിൽ താഴെ എത്ര 0 ഉണ്ടെന്ന് നോക്കണം. അത്രയും 0 സ്ഥാനം മാറ്റി
കുത്തിടുക, അത്രയും സ്ഥാനം മാറ്റി കുത്തിടുക. ഈ ഡെസിമൽ പോയിന്റ്, ഈ കുത്തിനെ വിളിക്കുന്നത് ഡെസിമൽ എന്നാണ്. ഡെസിമൽ പോയിന്റ് എന്നാണ്. ഈ സംഖ്യ വിളിക്കുന്നത് ഡെസിമൽ എന്നാണ്. ഇങ്ങനെയുള്ള സംഖ്യകൾ വിളിക്കുന്നത് ഡെസിമൽ ഫോംസ് എന്നും. ഇതിനൊക്കെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഈ സംഖ്യകളാണ് ഡെസിമൽ ഫോംസ് എന്നും ഇതിനെ എന്തെന്ന് വിളിക്കും? ഫ്രാക്ഷൻ എന്നും വിളിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രാക്ഷനിൽ നിന്ന് ഡെസിമലിലോട്ട് കൺവെർട്ട് ചെയ്യുക. ഫ്രാക്ഷനിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവെർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഫ്രാക്ഷനെ ഡെസിമലിലാക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡിനോമിനേറ്ററിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും? അത് 10ന്റെ മൾട്ടിപ്പിൾ ആകും. 10 ആകാം, 100 ആകാം. 10ന്റെ മൾട്ടിപ്പിൾ അല്ല, 10 റൈസ് ടു വരണം. 10 റൈസ് ടു 1, 10, 10 റൈസ് ടു 2, 100, 10 റൈസ് ടു 3, 1000, 10 റൈസ് ടു 4, 10,000, 10 റൈസ് ടു 5, 10 റൈസ് ടു 5, 10 റൈസ് ടു 5, 1 lakh. ഇത് കണക്ക് നമ്മൾ 10ന്റെ പവറിലേക്ക് എത്തുന്നത് എപ്പോഴാണോ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതിനെ കൊണ്ട് അംശവും ചെയ്തോ എന്ന് വെച്ചാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ നമ്മൾ ബേസ് ആയിട്ട് ചെയ്തിട്ടുള്ള എത്രയാണ്? 10 എടുത്ത്, 10 റൈസ് ടു 1, 10 റൈസ് ടു 2 എത്രയാണ്? 100 എടുത്ത്, 100 എടുത്ത്, 10 റൈസ് ടു 3, 1000 എടുത്ത്, 10 റൈസ് ടു 4, 10,000 എടുക്കാം. 10 റൈസ് ടു 4, 10,000 വെച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. 10 റൈസ് ടു 4 ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 10 റൈസ് ടു 4 divided by 10,000. അപ്പൊ ആദ്യത്തെ അംശം നമ്മൾ അതേ കണക്ക് എഴുതി. അംശം 7650. നോക്കണം എത്ര പൂജ്യം ഉണ്ട്. ഒന്നാമത്തെ പൂജ്യം, രണ്ടാമത്തെ പൂജ്യം, മൂന്നാമത്തെ പൂജ്യം, നാലാമത്തെ പൂജ്യം. 1, 2, 3, 4. 4 സ്ഥാനം മാറ്റി കുത്തിട്ട് 0.7650. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ മാറ്റില്ല. 765 ആക്കിയാലോടാ. 765/1000. 765/10,000 ആണ്. 10,000. ഇവിടെ നമുക്കൊരു ഡൗട്ട് വരും. നമ്മൾ 765 ചെയ്യും. ഇനി എത്ര സ്ഥാനം മാറ്റിയാണ് കുത്തിടേണ്ടത്? 1, 2, 3, 4. പക്ഷെ ഇവിടെ 3 സ്ഥാനമല്ലേ ഉള്ളൂ. 1, 2, 3, 4. നാലാമത്തെ സ്ഥാനം ആബ്സെന്റ് ആണ്. നാലാമത്തെ സ്ഥാനം ഇല്ല. അപ്പൊ നാലാമത്തെ സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാടാ? പൂജ്യത്തിന്റെ വിലയില്ലല്ലോ, 0 കൊടുത്തു. 0.0765. 0.0765. 69/1000. 69 അംശം ആദ്യം അതേ കണക്ക് 69 നീ എത്ര സ്ഥാനം മാറ്റണ്ട? 1, 2, 3. 1, 2 സ്ഥാനമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൂജ്യത്തിന് വെളിയിലെ ഫ്രണ്ടിൽ ഒരു 0 ഇട്ടു. 0.069. 69 എന്ന് പറയുന്നത് 0.069 എന്ന് മാത്രമേ പറയാം. 0.69. 0.069. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 71/1000. 71/1000 എത്ര ഉള്ളൂ? 2 സ്ഥാനം എഴുതി. പക്ഷെ ഇവിടെ 3 0. 3 സ്ഥാനം മാറ്റിയാണ് കുത്തിരാള. 1 0, 2 0, 3 0. പക്ഷെ ഇവിടെ 2 സ്ഥാനം. ഫ്രണ്ടിൽ ഒരു 0 ഇടുക, ഒരു പോയിന്റ് ഇടുക. ഡെസിമൽ പോയിന്റ് 0.071. 0.071. ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/8 ആണ്. എത്രയാണ്? 1/8 നമുക്ക് എന്ത് ചെയ്യണം? ഡെസിമൽ ഫോമിലോട്ട് വേണം. 1/8 എന്തിലോട്ട് മാറ്റണം? ഡെസിമൽ ഫോമിലോട്ട് വേണം. 1/8 ഡെസിമൽ ഫോമിലോട്ട് മാറ്റാം. 1/8 ഡെസിമൽ ഫോമിലേക്ക് മാറ്റുവാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 8ന്റെ ഏത് മൾട്ടിപ്പിൾ ആണ്, എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 8 എന്ത് ചെയ്യും? 8നെ എന്തുകൊണ്ട് അല്ലെങ്കിൽ 8ന്റെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് അത് 10ന്റെ പവർ ആയിട്ട് വരും. 10ന്റെ പവർ 10, 100, 1000. അപ്പൊ ഒരിക്കലും 8നെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടത്തില്ല. പിന്നെ 8ന്റെ മൾട്ടിപ്പിൾ അല്ല 100ഉം വരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത നോക്കുന്നത് 10,000 ആണ്. 1000. അപ്പൊ 8നെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടുമെന്ന്. 8നെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടുമെന്ന് നോക്കണം. അപ്പൊ 8നെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അപ്പൊ 1000നെ ആദ്യം നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 1000 divided by 8. 1000 divided by 8. 1, 8. ശിഷ്ടം 2, 0. 2, 2, 8, 16. ശിഷ്ടം 4, 4, 0. കണക്ക് കിട്ടിയില്ലേ? 5, 8, 40. 0, 0. 125. എത്രയാണ്ടാ? 125. അപ്പൊ താഴെ മുകളിലും, താഴെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതേ കണക്ക് മുകളിലും ചെയ്യണം. 1 × 125 ഡിവൈഡഡ് ബൈ 8 × 125. 8 × 125. 1 × 125 ഡിവൈഡ് ബൈ 8 × 100. 1നെ 125 ഏതൊരു സംഖ്യയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സംഖ്യ തന്നെയാണ് 125. 8 × 125 നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്രയാണ് വരുന്നത്? 1000. എത്രയാണ് വരുന്നത്? 1000. ഇനിയുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മുകളിൽ വന്ന അംശം അതേ കണക്കെടുത്ത് എഴുതുക. ഛേദം എന്ത് ചെയ്യൂടാ? ഛേദത്തിൽ എത്ര 0 ഉണ്ടെന്ന് നോക്കുക. ഛേദത്തിൽ എത്ര 0 ഉണ്ടാ? 1, 2, 3. 3 സ്ഥാനം മാറ്റി കുത്തിടുക. 0.125. എന്താണ് ദശാംശ രൂപം? 0.125.
0.125. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 13/125 13/125. 13നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 13/125. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 125 എത്രയിലേക്ക് മാറ്റാൻ നോക്കണോടാ? 125 1000ന്റെ പണ്ട് നമ്മൾ ഇതിലോട്ട് മാറ്റാൻ നോക്കണം. എന്തായാലും 100 കഴിഞ്ഞു വരും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട 1000ത്തെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 125 × 8 ആണ് എത്രയെന്ന് പറയുന്നത്? 1000 എന്ന് പറയുന്നത് 125 × 8 ആണ്. അപ്പൊ 13 × 8 നമ്മളൊരു സാധനം താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സാധനം തന്നെ എന്ത് ചെയ്യണം? മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 13 × 8 125 × 8. 13 × 8 13 × 8 എത്രയാണ്? 5 13 65 78 91 104. എത്രയാണ്? 104 ഡിവൈഡഡ് ബൈ 125 × 1000. നേരത്തെ നമ്മൾ ക്ലൂ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? അംശം അതേ കണക്ക് എഴുതുക. അംശത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ എന്താണ്? ന്യൂമറേറ്ററിന്റെ വാല്യൂ അതേ കണക്ക് എഴുതുക. 104. ഇനി എന്ത് ചെയ്യണം? എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കുക. 1 0 2 0 3 0. 1000ൽ എത്ര പൂജ്യം ഉണ്ടോ? 3 പൂജ്യം. അപ്പൊ 3 സ്ഥാനം മാറ്റി കുത്തുക. 1 സ്ഥാനം 2 സ്ഥാനം 3 സ്ഥാനം 3 സ്ഥാനം മാറ്റി കുത്തിട്ട് 0.104 അല്ലെങ്കിൽ 0.104.